ലൈംഗികാതിക്രമ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം. അറസ്റ്റ് തടഞ്ഞത് ഈ മാസം 21 വരെ നീട്ടി ഹൈക്കോടതി. മുൻകൂർ ജാമ്യ ഹർജിയിൽ കക്ഷി ചേർക്കണമെന്ന അതിജീവിതയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗിൻ, അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ആദ്യ തീരുമാനം വന്നത് മുതൽ രാഹുൽ മാങ്കൂട്ടത്തിനൊരു കോടതിയുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇമ്മ്യൂണിറ്റി കിട്ടുകയാണ്. വലിയ വിവാദം, രാഷ്ട്രീയ പ്രസ്താവനകളും ഒക്കെയാണ് എന്ന കാര്യങ്ങൾ പിന്നാലെ പിന്നോട്ട് പോകുന്നതും നമ്മൾ കണ്ടു. ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞ തീയതി വീണ്ടും നീട്ടി നൽകുകയാണ് കോടതി. മറ്റ് തീരുമാനങ്ങൾ? മാധു, തീർച്ചയായും ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും താൽക്കാലിക ആശ്വാസം ലഭിക്കുകയാണ് ഹൈക്കോടതിയിൽ നിന്നും. അറസ്റ്റ് തടഞ്ഞത് 21 വരെ നീട്ടിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പരാതിക്കാരി കേസിൽ കക്ഷി ചേരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ എത്തിയിരുന്നു. അതും കോടതി അനുവദിച്ചിട്ടുണ്ട്. പരാതിക്കാരിയെ കൂടി കേസിൽ കക്ഷി തന്നെ കൂടി കേൾക്കണം എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതുകൂടി സഖാക്കളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും അഭിലാഷങ്ങളും എന്തൊക്കെയുണ്ടോ അതൊക്കെ നടന്നു കാണാൻ കോടതി സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോ ഒരുത്തനെ ഇറക്കിക്കൊണ്ട്, മിസ്റ്റർ ഹസ്ബൻഡിനെ ഇറക്കിക്കൊണ്ട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. പരാതിയിൽ പറയുന്ന കാര്യമാണ്. വകുപ്പടക്കം പറയുന്നുണ്ട്, BNS. അതെ, അപ്പോൾ വകുപ്പുകളടക്കം പറഞ്ഞുകൊണ്ട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. സഖാക്കൾ വല്ലാത്തൊരു ആഗ്രഹത്തിലാണ്. എന്താണ് ആഗ്രഹം? രാഹുൽ ഒന്ന് അറസ്റ്റിലായി അഴിക്കുള്ളിലാവുന്നത് കാണാൻ വേണ്ടി ഇവരതിയായി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാ. അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കോടതിയാണെങ്കിൽ ഒരിഞ്ച് വിട്ടുകൊടുക്കാൻ കോടതി തയ്യാറല്ല. ഒരു പരാതി, ഇങ്ങനെ കേസിൻ്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും പരാതികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നാടകങ്ങളൊക്കെ നമ്മളിങ്ങനെ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുക. അതെന്താ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പം രാഹുലിനെതിരെയുള്ള പരാതികൾ, അതിന് നിയമപരമായ യാതൊരു സാധുതയുമില്ല എന്നുള്ളതാണ്. ആ സാധുതയില്ല, ഇത് നിയമപരമായി ഇത് നിലനിൽക്കില്ല എന്ന് കാണുമ്പോൾ പുതിയ പരാതികളുമായിട്ട് രംഗത്ത് വരികയാണ്. അത് പല രീതിയിലുള്ള പരാതികൾ. ഇപ്പം അതിജീവിതം ഒരു പരാതി കൊടുത്തു. പരാതിയിൽ എല്ലാം വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്ന അവസരത്തിൽ അതിജീവിതം എന്താ പറയുന്നത്? എന്നെ കൂടി കേൾക്കണം. എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നെ കൂടി കേൾക്കണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ പരാതിക്കാരിയെ കേട്ടത് കൊണ്ടാണല്ലോ ഇങ്ങനൊരു കേസ് ഉണ്ടായത് തന്നെ. അപ്പം മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന അവസരത്തിൽ പിന്നെന്താണ് കൂടുതലായിട്ട് കേൾക്കാനുള്ളത്? അത് അന്വേഷണ ഘട്ടത്തിലല്ലേ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഒരു പ്രവണത തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ജയില്, പിന്നെ അന്വേഷണം. എന്നിട്ട് അന്വേഷിച്ചെല്ലാം കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ അയാൾ നിരപരാധി. അതുവരെ അയാളെ കൊത്തി വലിച്ച് പച്ചയിറച്ചി ഇങ്ങനെ തിന്നുക. ഇപ്പം ലക്ഷ്യവും അത് തന്നെയാണ്. രാഹുൽ ഒന്ന് അകത്തായി കാണണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് പലരും. അതിനുവേണ്ടി വല്ലാതെ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ പുറത്ത് ആരും ഏറ്റുപിടിക്കാത്തത് നോക്കണ്ട. ഇതിനെക്കുറിച്ച് വലിയ സംസാരങ്ങളോ അല്ലെങ്കിൽ വലിയ ചർച്ചകളോ ഇല്ലാത്തത് നോക്കണ്ട. ആ ചർച്ച ചെയ്തിരുന്ന ആളുകൾ, രാഹുലിനെതിരെ സംസാരിച്ചു കൊണ്ടിരുന്ന ആളുകൾ, അവരൊക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കക്ഷി ചേരൽ, ഭർത്താവിൻ്റെ പരാതി, അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ ഓരോന്നായി വരുന്ന ഓരോന്നിൻ്റെയും പിന്നിൽ ഈ ആളുകളൊക്കെ തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്കിത് പറയുമ്പോൾ ചിരിയും വരുന്നുണ്ട്. കാരണം എന്താ അറിയാമോ? ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഈ സഖാക്കളുടെ മോന്തയാണ്. എസ്പെഷ്യലി ഈ സൈബർ ഇടങ്ങളിൽ കുറേ അടിമകളുണ്ടല്ലോ, ക്രിമിനൽ അടിമകൾ, അവരുടെ മോന്തയാണ്. അവർ എന്ത് ചെയ്യും? ഇപ്പോൾ കോടതി ഇന്ന് രാവിലെ ഇപ്പോൾ വാർത്ത വരിക എന്താണ്? ഇന്ന് പരിഗണിക്കും, അപ്പോൾ ഇന്ന് രാഹുലിന് വളരെ നിർണായകമാണ് എന്നൊക്കെ പറഞ്ഞുള്ള വലിയ വാർത്തകൾ വരിക. അപ്പോൾ ഇവർ പ്രതീക്ഷിക്കും, ഇന്ന് കോടതി ജാമ്യം നിഷേധിക്കും, രാഹുലിനെ വെരി നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടും എന്ന് ഇവരിങ്ങനെ കണക്ക് കൂട്ടി, മനക്കണക്കെല്ലാം കൂട്ടി, ഇങ്ങനെ അടുത്ത ഒരു ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇങ്ങനെ നടത്തി നിൽക്കുമ്പോൾ കോടതി പറയും ഇല്ല. ഇപ്പോൾ കോടതി പറഞ്ഞെന്താ? ഇന്ന് 7-ാം തീയതി പരിഗണിക്കുമെന്ന് പറഞ്ഞു. 7-ാം തീയതി പരിഗണിച്ച ഉടനെ പറഞ്ഞു അടുത്ത 21-ാം തീയതി നെക്സ്റ്റ്. ഇതിപ്പോൾ ലോട്ടറി ടിക്കറ്റ് എടുക്കും പോലെ ആയിപ്പോയി. നാളെയാണ് നാളെ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ സഖാക്കളുടെ ഓരോ സ്വപ്നങ്ങളും നാളെ
നീള എന്നായി പോവുകയാണ്. ഇങ്ങനെ നീണ്ടു പോവുകയാണ് ഓരോ സ്വപ്നങ്ങളും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവരെത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഇപ്പം ഹസ്ബൻഡ് ഇങ്ങനെ വന്ന് നാണം കെട്ട് പല്ലിൽ കുത്തി നാറ്റിച്ച് ഒരു പരാതിയൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര ആളതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ആളുകൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും. അതെ, അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തിച്ച ആളുകളൊക്കെ ഈ നാളെ നീള എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുക. സ്വപ്നങ്ങളൊന്നും യാഥാർത്ഥ്യമാകുന്നില്ല. ഏതുപോലെ LDF വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ പോലെ സഖാക്കൾക്ക് ഒന്നും ശരിയാവുന്നില്ല. രാഹുലിൻ്റെ കാര്യത്തിൽ തീരെയും കാര്യങ്ങളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. സഖാക്കളുടെ ആഗ്രഹം എന്താ? സഖാക്കളുടെ ആഗ്രഹം ഇപ്പം ഈ പരാതിക്കാരി പറയുന്ന കാര്യങ്ങൾ ഇതിലെന്തെങ്കിലും ഒരു വാസ്തവമുണ്ടോ എന്നോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ത്രീകളുടെ സംരക്ഷണമെന്നോ സ്ത്രീപക്ഷ നിലപാട് എന്നോ ഇതൊന്നുമല്ല. മറിച്ച് രാഹുൽ എങ്ങനെയെങ്കിലും ഒന്ന് അകത്തായി കാണണം. രാഹുൽ മാങ്കൂട്ടം അഴിയെണ്ണുന്നതൊന്ന് കാണണം. കണ്ണടക്കുന്നതിന് മുമ്പ് അതൊന്ന് കാണണം എന്നാണ് സഖാക്കൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് മാത്രം നടക്കുന്നില്ല, ബാക്കിയൊക്കെ നടക്കുന്നുണ്ട്. പരാതികൾ വരുന്നുണ്ട്, ആരോപണങ്ങൾ വരുന്നുണ്ട്, ചർച്ചകൾ ഉണ്ടാവുന്നുണ്ട്, പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്, കോടതിയിലും എത്തുന്നുണ്ട്. പക്ഷേ പിടിച്ചകത്തിടാനുള്ള വകുപ്പില്ല. ഇതിൻ്റെ കാരണം എന്താ? ഇതിൻ്റെ കാരണം ഈ അന്തംകമ്മി അടിമകളാണ്. വല്ല വിവരവും വേണ്ടേ? എന്തെങ്കിലും ഒരു ഇച്ചിരി അതില്ല, അടിമകളായിപ്പോയി. ഈ അടിമകളായതിലുള്ള പ്രശ്നം എന്താ? സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് പ്രശ്നം. അടിമകളായതുകൊണ്ട് ആ ബുദ്ധിയും അത്രയേ ഉള്ളൂ, അപ്പോൾ എടുക്കുന്ന പണിയൊക്കെ അത്രയേ ഉള്ളൂ. ഇത് കോടതിയിലെത്തുമ്പോൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ എന്തും വേണമെങ്കിലും വിളിച്ചു പറയാം. പക്ഷെ കോടതിയിലെത്തുമ്പോൾ അവിടെ കോടതി നോക്കുന്നത് ഇതിൻ്റെ നിലനിൽപ്പാണ്. നിയമപരമായ പിന്തുണയുണ്ടോ, നിയമത്തിൻ്റെ പിന്തുണയുണ്ടോ, പിൻബലമുണ്ടോ, നിയമപരമായി ഇത് നിലനിൽക്കുമോ എന്നുള്ള കാര്യങ്ങളാണ് കോടതി നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ മുൻകൂർ ജാമ്യം നിഷേധിച്ച സെഷൻ കോടതി പറഞ്ഞ പോലെ തന്നെ ബലാത്സംഗമാണ്, പീഡനമാണ് എന്നൊക്കെ പറയാനുള്ള മെറ്റീരിയൽ എവിഡൻസുകൾ ഇല്ല എന്നാണ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കുമ്പോൾ പോലും പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സഖാക്കളുടെ സ്വപ്നങ്ങൾ നാളെ നീള എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുൻകൂർ ജാമ്യം അവിടെ ലഭിച്ചു കഴിഞ്ഞാൽ രാഹുലിനത് കാര്യങ്ങൾ കുറച്ചുകൂടി വളരെ ഈസിയായി ഹാൻഡിൽ ചെയ്ത് കോടതിയിൽ പറഞ്ഞ് തനിക്ക് പറയാനുള്ളത് പറയാനും, പറഞ്ഞു കഴിഞ്ഞിട്ട് കോടതി എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളത് മറ്റൊരു വിഷയം. ഇത് കോടതി താൻ പറയുന്നത് കേൾക്കുന്നതിന് മുമ്പ്, അങ്ങനെ ഒരു അവസരം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ജയിലിലാവുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്, വലിയ തോൽവി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്താതെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത 21 കാര്യങ്ങൾ തീരുമാനിക്കും. അപ്പോൾ അത് വീണ്ടും ചിലപ്പോൾ മാറ്റുമായിരിക്കും, ചിലപ്പോൾ മുൻകൂർ ജാമ്യം നൽകുമായിരിക്കും, ചിലപ്പോൾ നിഷേധിക്കുമായിരിക്കും. മുൻകൂർ ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് അറസ്റ്റാണ് ഉണ്ടാവുക. ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ അതിന് മുൻപ് ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ കോടതിയുടെ നടപടിക്രമങ്ങളും കോടതിക്ക് ഈ പറയുന്ന 2 ആളുകളെയും കേൾക്കേണ്ടി വരും. അവർ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും മെറ്റീരിയൽ എവിഡൻസുകളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും. ഇതൊക്കെ അവിടെ പരിഗണനാ വിഷയമാണ്. മാധ്യമങ്ങളിലൂടെയും പരാതിയിലും പറയുന്നത് പോലെ കോടതിയിൽ ചെന്ന് എന്തെങ്കിലും പറയാൻ പറ്റില്ല. കോടതിയിൽ ചെന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കേണ്ടി വരും. അത് ഹാജരാക്കുമ്പോൾ ചിലപ്പോൾ മറുഭാഗത്ത് നിന്ന് അതിനെ കൗണ്ടർ ചെയ്യുന്ന എവിഡൻസുകൾ, മെറ്റീരിയൽ എവിഡൻസുകൾ അവർ ഹാജരാക്കും, ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിൽക്കണം. നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അത് ഒരു കുറ്റമായി കാണണം. അങ്ങനെ കണ്ടാൽ മാത്രമേ കോടതി. അപ്പോൾ ഈ കാര്യത്തിൽ സഖാക്കളുടെ സ്വപ്നങ്ങൾ ഇനിയും ബാക്കിയാണ്. സ്വപ്നം ഒരു ചാക്ക് എന്ന് പറഞ്ഞ പാട്ട് കേട്ടില്ലേ നിങ്ങൾ? യെസ്, അതുപോലെ തന്നെ സ്വപ്നങ്ങൾ വീണ്ടും ബാക്കിയായിക്കൊണ്ടിരിക്കുകയാണ്. നാളെ നീള എന്ന് പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടം കാര്യത്തിൽ സഖാക്കൾ ആഗ്രഹിക്കുന്നതൊന്നും നടക്കുന്നില്ല. അത് രാഹുലിൻ്റെ കാര്യത്തിൽ എന്ന് മാത്രമല്ല കേട്ടോ, ഒരു കാര്യത്തിലും. അപ്പോൾ സഖാക്കൾ പല രീതിയിലുള്ള പല അടവുകൾ പയറ്റി നോക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ഈ ഭർത്താവിനെ ഇറക്കിയത് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടിട്ടാണ്.
ഈ പരാതിക്കാരി ഈ രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലും കക്ഷി ചേരണമെന്ന് പറഞ്ഞ് എത്തിയതും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. എങ്ങനെയെങ്കിലും ഈ മുൻകൂർ ജാമ്യം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തരുത്, മാത്രമല്ല അങ്ങനെ എത്താതിരുന്നാൽ മാത്രമേ ഒന്ന് തൂക്കിയെടുത്ത് അകത്തിടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതൊന്നും സംഭവിക്കണം തെരഞ്ഞെടുപ്പിന് മുൻപ് എന്നുള്ളതിലേക്ക് വേണ്ട വിധത്തിൽ ഒരു സമ്മർദ്ദതന്ത്രം ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിൽ പരാതികളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് കോടതിയെ തന്നെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കോടതിയാണെങ്കിലോ ഒരു പൊടിക്ക് വിട്ടുകൊടുക്കാനും കോടതിയും തയ്യാറല്ല. കോടതി കട്ടക്ക് പിടിച്ചു പോവുകയാണ്. ഓക്കെ, പരാതിക്കാരി പറയാണ് എന്നെ കേൾക്കണം, ശരി. പരാതിക്കാരി പറയുന്നു എന്നെ കേൾക്കണമെന്ന്, ശരി, കേൾക്കാം, നിങ്ങളെ കേൾക്കാം, നിങ്ങളെ മാത്രമല്ല രാഹുലിനെയും കേൾക്കാം, അതുവരെ നോ ടു അറസ്റ്റ്. എടുത്ത പണിയൊക്കെ വെള്ളത്തിൽ വലിയിട്ട പോലെ ആയി പോവുകയാണ്. കോടതി ഓക്കെ നിങ്ങൾ കക്ഷി ചേരണം പറയുമ്പോൾ ഓക്കെ കക്ഷി ചേർന്നോളൂ, എന്നെ കേൾക്കണമെന്ന് പറയുമ്പോൾ ഓക്കെ ശരി കേൾക്കാം, പക്ഷെ നിങ്ങളെ മാത്രമല്ല കേൾക്കുക, രാഹുലിനെയും കേൾക്കും, അതുവരെ നോ ടു അറസ്റ്റ്. ഓരോന്നോരോന്നായി ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് പോവുകയാണ്. രാഹുൽ വിഷയത്തിലും ഇത് തന്നെയാണ് സഖാക്കൾക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത 21-ന് കോടതി വീണ്ടും പരിഗണിക്കും. അന്ന് എന്താകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കാരണം ഈ കേസിൽ ഒരു പ്രഡിക്ഷൻ നടത്താൻ സാധ്യമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അതിനുള്ള കാരണമെന്ന് പറയുന്നത് തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന അവസരത്തിൽ പോലും നിരീക്ഷിച്ച കാര്യങ്ങളാണ്. ഇത് ബലാത്സംഗമോ പീഡനമോ ആകാനുള്ള ഒരു മെറ്റീരിയൽ എവിഡൻസ് ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ്. അവിടെയാണ് പണി പാളുന്നത്.